നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 സ്കീം ECT 204 സിഗ്നൽസ് ആൻഡ് സിസ്റ്റം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ അതിൽ ടോട്ടൽ 100 മാർക്സിൽ നമ്മൾ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതെല്ലാം കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്സ് വെച്ചിട്ടാണ് മാർക്ക് ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എനർജി ആൻഡ് പവർ സിഗ്നൽ വിത്ത് എക്സാമ്പിൾസ്. സോ എനർജി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസിൽ എനർജി ആൻഡ് പവർ സിഗ്നൽ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്. സോ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് x ഓഫ് t ദ ഹോൾ സ്ക്വയർ dt, ഇതാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ എനർജി ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻ. പവർ ഡിറ്റർമിൻ ചെയ്യാൻ ഇക്വേഷൻ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇന്റഗ്രൽ -t to t മോഡ് ഓഫ് x ഓഫ് t ദ ഹോൾ സ്ക്വയർ dt. സിമിലർലി നമ്മൾ കണ്ടിന്യൂസ് ടൈം പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം നോക്കുകയാണെങ്കിൽ എനർജി ഇക്വേഷൻ ഇൻറ്റഗ്രേഷന് പകരം ഇവിടെ സമ്മേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് x ഓഫ് n ദ ഹോൾ സ്ക്വയർ. സോ x ഓഫ് ടിക്ക് പകരം x ഓഫ് n യൂസ് ചെയ്യുന്നു. ദെൻ പവർ ഡിറ്റർമിൻ ചെയ്യാനാണെങ്കിൽ ലിമിറ്റ് ടിക്ക് പകരം ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2tക്ക് പകരം ഇവിടെ 1/2n + 1 ആണ്. സമ്മേഷൻ ഇവിടെ -t മുതൽ t വരെ ഇൻറ്റഗ്രേഷൻ ആണെങ്കിൽ ഇവിടെ -n മുതൽ n വരെ സമ്മേഷൻ മോഡ് ഓഫ് x ഓഫ് n ദ ഹോൾ സ്ക്വയർ. സോ ഇതാണ് എനർജിയും പവറും ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻസ്. ദെൻ എനർജി വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അതൊരു ഫൈനൈറ്റ് വാല്യൂ നമുക്ക് കിട്ടുവാണെങ്കിൽ, ഒരു ഫൈനൈറ്റ് ആൻസർ നമുക്ക് കിട്ടുവാണെങ്കിൽ, അതുപോലെ തന്നെ പവറിൻ്റെ വാല്യൂ 0 കൂടെ കിട്ടുവാണെങ്കിൽ നമുക്കത് പറയാം ദാറ്റ് ഈസ് ആൻ എനർജി സിഗ്നൽ. സിമിലർലി പവർ സിഗ്നൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പവർ വാല്യൂ ഫൈനൈറ്റ് ആയിട്ട് കിട്ടണം, അത് മാത്രം പോരാ എനർജിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആയിട്ടും കിട്ടണം. അപ്പോൾ രണ്ട് കേസസിലും ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ എനർജി എന്നോ അല്ലെങ്കിൽ അതിനെ പവർ എന്നോ വിളിക്കാൻ പറ്റൂ. സപ്പോസ് ഏതെങ്കിലും ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് നെയ്തർ എനർജി നോർ പവർ സിഗ്നൽ. സോ ഇതാണ് നമ്മുടെ എനർജിയും പവറും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ദെൻ എനർജി എക്സാമ്പിൾസ്, എനർജി സിഗ്നൽ എക്സാമ്പിൾ e−5t ഒരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് സിഗ്നൽ ആണ്. അപ്പോൾ ഇതൊരു എനർജി സിഗ്നൽ എക്സാമ്പിൾ ആണ്. ദെൻ പവർ സിഗ്നൽ എക്സാമ്പിൾസ് ആണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, കോസ് സിഗ്നൽ, ഇതൊക്കെ പറയുന്നത് പവർ സിഗ്നൽസിന് എക്സാമ്പിൾസ് ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓർത്തോഗണൽ ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സീക്വൻസ് തന്നിട്ട് ഓർത്തോഗണൽ ആണ്. അപ്പോൾ ഓർത്തോഗണാലിറ്റി ഓഫ് സിഗ്നൽസ് നമ്മൾ പറഞ്ഞു. കണ്ടിന്യൂസിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റഗ്രൽ മൈനസ്, ഇപ്പോൾ 2 സിഗ്നൽസ് x1 ഓഫ് t ആൻഡ് x2 ഓഫ് t, ഇത് ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ, ഇത് രണ്ട് നോൺ പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ x1 x2 dt ഷുഡ് ബി 0 നോൺ പീരിയോഡിക് സിഗ്നൽസ് ആണെങ്കിൽ. അതേസമയം പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് -t/2 to t/2 x1 ഓഫ് t x2 ഓഫ് t dt 0. ഇതാണ് നോൺ പീരിയോഡിക്കിൻ്റെയും പീരിയോഡിക്കിൻ്റെയും കേസസിലുള്ള കണ്ടീഷൻ. ഇവിടെ രണ്ട് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് അതിൻ്റെ സം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂ 0 ആയിട്ട് കിട്ടണം. അപ്പം ഇവിടെ നമുക്ക് x1 ഓഫ് n ഡോട്ട് x2 ഓഫ് n ഈ വാല്യൂ ഞാനിവിടെ ചെയ്യുവാണ്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് സീക്വൻസസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1ഉം -1, ഫസ്റ്റ് വാല്യൂ 1 × -1 പ്ലസ് -2 × 2 -2 × 2 സം ചെയ്യുവാണ്, മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യുവാണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ നമുക്കത് സമ്മേഷൻ ആയിട്ട് വരും ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ. സോ 1 × -1 -2 × 2 ദെൻ 3 × 1 പ്ലസ് 3 × 1, അടുത്തത് 1 × 2 പ്ലസ് 1 × 2. സോ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ -1 -4 +3 +2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ -5, ഇവിടെ +5, സോ 0. ആ ഡോട്ട് പ്രോഡക്റ്റ് വാല്യൂ 0 കിട്ടുന്നതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഈസ് ഓർത്തോഗണൽ. സോ ദിസ് x1 ആൻഡ് x2 ആർ ഓർത്തോഗണൽ നമുക്ക് പ്രൂവ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x ഓഫ് t. അപ്പം ഇതും ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. x ഓഫ് t ഈസ് ഈക്വൽ ടു del ഓഫ് t പ്ലസ് 0.5 del ഓഫ് t - 1. സോ ഇത് നമുക്ക് പല രീതിയിൽ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ പ്രോപ്പർട്ടി ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പമെന്ന് നമുക്ക് തോന്നുന്നു. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ del ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം നമുക്കറിയാം. del ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂസ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം ആണ്, കാരണം കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആണ്. del ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം 1 ആണ്.
ഡെൽ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം 1 ആണ്. അപ്പോൾ ഡെൽ ഓഫ് ടി മൈനസ് വണ്ണിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാം. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം. അതായത് ഇഫ് എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ദെൻ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട്. അപ്പം ഇതാണ് ആ പ്രോപ്പർട്ടി. ടി മൈനസ് ടി നോട്ടിൻ്റെത് എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട്. അപ്പോൾ ഇവിടെ എക്സ് ഓഫ് ടി ഡെൽ ഓഫ് ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡെൽ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം 1 ആണ്. അതായത് എക്സ് ഓഫ് ഒമേഗ ഇതാണെങ്കിൽ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫംഗ്ഷൻ ടി മൈനസ് 1 ആണ്. സോ ഇവിടുത്തെ ടി നോട്ട് 1 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ ഇവിടെ 1 ആണ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ടും 1 ആണ്. ടി നോട്ട് 1 ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഡെൽ ഓഫ് ടിയുടെ 1 കിട്ടി, ഡെൽ ഓഫ് ടി മൈനസ് 1ൻ്റെത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫൊറിയർ ട്രാൻസ്ഫോം, സോ അപ്ലൈ ഫൊറിയർ ട്രാൻസ്ഫോം. എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം 1 പ്ലസ് 0.5 ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് 1ൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇവിടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. സോ ആൻസർ ഇതായിരിക്കും. ദെൻ അതല്ലെങ്കിൽ ഡെൽ ഓഫ് ടി മൈനസ് 1 ഡിറ്റർമിൻ ചെയ്യാൻ ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. കാരണം ഇതൊരു സിമ്പിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യാൻ ഡെൽ ഓഫ് ടി മൈനസ് 1 ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ നമുക്കറിയാം ഡെൽ ഓഫ് ടി മൈനസ് 1ൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ ഡെൽ ഓഫ് ടി ഡി ടി 1 ആവുന്നത് ടി ഈസ് ഈക്വൽ ടു 0-ലാണ്. ഇൻ്റഗ്രൽ ഡെൽ ഓഫ് ടി മൈനസ് 1 ഡി ടി 1 ആവുന്നത് ടി ഈസ് ഈക്വൽ ടു 1-ലാണ്. കാരണം ഇത് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിഗ്നലാണ്. സോ അത് ടി ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ഡെൽ ഓഫ് ടി മൈനസ് 1 ഡി ടിക്ക് 1 എന്ന് കൊടുക്കാം. പക്ഷെ നമ്മൾ ഇവിടെ ടിക്ക് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. സോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 1 എന്ന് നമുക്ക് കിട്ടും. കാരണം ഡെൽ ഓഫ് ടി മൈനസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ്, ഡെൽ ഓഫ് ടി മൈനസ് 1. അത് 0-ൽ നിന്നും 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന സിഗ്നലാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ പറയുവാണെങ്കിൽ ഇൻ്റഗ്രൽ ഡെൽ ഓഫ് ടി മൈനസ് 1 ഡി ടി ഈസ് ഈക്വൽ ടു 1 അറ്റ് ടി ഈസ് ഈക്വൽ ടു 1. സോ ഇവിടെ ഈ ഇൻ്റഗ്രേഷൻ ഡെൽ ഓഫ് ടി മൈനസ് 1 ഡി ടിക്ക് നമുക്ക് 1 എന്ന് കൊടുക്കാം. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ടി 1 ആവുമ്പോഴാണ്. സോ നമുക്കിവിടെ ടിക്ക് 1 എന്നോട് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയും ചെയ്യാം. സോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. എനിവേ ഇതായിരിക്കും ആൻസർ. സോ ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ വാല്യൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൊറിയർ സീരീസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആയതുകൊണ്ട് CTFS ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് 2π f CT. അപ്പോൾ ഇവിടെ ഈ 2π fന് വരെ ഞാൻ ഒമേഗ നോട്ട് എന്നും കൊടുക്കുവാണ്. എ കോസ് ഒമേഗ നോട്ട് ടി എന്ന് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ലൈൻ സ്പെക്ട്രവും പ്ലോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എ ഇൻറ്റു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ജെ തീറ്റ. അപ്പോൾ ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ടി ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ എ ബൈ 2 ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി പ്ലസ് എ ബൈ 2 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ശരിക്കും ഇപ്പോൾ ഇത് ഫൊറിയർ സീരീസ് എക്സ്പാൻഷനായി. ഇനി നമുക്ക് കമ്പയർ ചെയ്യുക. കമ്പയറിംഗ് വിത്ത് ദ ജനറൽ ഇക്വേഷൻ. കമ്പയറിംഗ് വിത്ത് ജനറൽ CTFS ഇക്വേഷൻ. സോ CTFSൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി xn ഇ റേസ് ടു ജെ എൻ ഒമേഗ നോട്ട് ടി. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇതുമായിട്ട് നമ്മളിവിടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്നിന് 1ഉം -1ഉം കൊടുക്കുന്ന 2 ടേംസേ ഉള്ളൂ. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സെട്ര എക്സ് ഓഫ് -1 ഇ റേസ് ടു
-1 കൊടുക്കുകയാണെങ്കിൽ n-ന് -1 കൊടുക്കുകയാണെങ്കിൽ -j⍵0t പ്ലസ് അടുത്ത 0 കൊടുക്കുകയാണെങ്കിൽ x0 പ്ലസ് അടുത്ത 1 കൊടുക്കുകയാണെങ്കിൽ x1 e⁻j⍵0t പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകുന്നൊരു ഇക്വേഷനാണ്. സോ കമ്പയറിങ് വിത്ത് ഇക്വേഷൻ 1 and 2. സോ ഈ 1 ഉം 2 കൂടെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് x0ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 0 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് e⁻j⍵0t ഇവിടെ e⁻j⍵0t ഉണ്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ നമുക്ക് x1 എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് കിട്ടി. x1 എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് a/2 ആണ്. ദെൻ ഈ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് x(-1) ആണ്. x(-1) ആണ് അടുത്ത കോഎഫിഷ്യൻ്റ്. അതിൻ്റെ വാല്യൂവും a/2 ആണ്. ബാക്കി എല്ലാ കോഎഫിഷ്യൻസും 0 ആണ്. ബാക്കി എല്ലാ കോഎഫിഷ്യൻസ് കാരണം ആകെ 2 ടേംസേ ഉള്ളൂ. സോ നമുക്ക് x0 0 ആണ്, x(2) 0 ആണ്, സോ ഈ 2 കോഎഫിഷ്യൻസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ ലൈൻ സ്പെക്ട്രം ഈ ഒരു കോഎഫിഷ്യൻറ്റിൻ്റെ സ്പെക്ട്രം നമ്മൾ പ്ലോട്ട് ചെയ്യുക. ഇവിടെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം മാത്രമേ വരൂ. സോ ഇവിടെ നമുക്ക് സ്പെക്ട്രം ആ ഒരു കോഎഫിഷ്യൻ്റ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് x(n) വിത്ത് റെസ്പെക്ട് ടു n. അപ്പോൾ ഇത് ഈ ഒരു സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആരോ ആണ്. സോ ഈ ഒരു സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്പെക്ട്രം ഇതിൻ്റെ മോഡുലസ് എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് x(1) എന്ന് പറയുന്നതും a/2 ആണ്. മോഡുലസ് ഓഫ് x(-1) എന്ന് പറയുന്നതും a/2 ആണ്. സോ കാരണം അത് രണ്ടും കോൺസ്റ്റൻസ് ആണ്. സോ -1ലെ വാല്യൂ എന്ന് പറയുന്നത് a/2, ദെൻ +1ലെ വാല്യൂ a/2, ദെൻ ഇവിടെ 0ലെ വാല്യൂ 0 ആണ്, ദെൻ 2ലെ വാല്യൂ 0 ആണ്, -2ലെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇങ്ങനെ എക്സെട്ര. സോ ഇതാണ് നമ്മുടെ ഒരു ലൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ഒരു 3 മാർക്സിന് ചോദിക്കാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് വെച്ചിട്ട് ചോദിക്കും. അപ്പോൾ ഈ ഒരു സൈനിൻ്റെയും കോസിൻ്റെയും ഫോർമുലാസ് അങ്ങ് യൂസ് ചെയ്താൽ മതി, നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് സൈൻ തീറ്റയിലാണെങ്കിൽ e⁻j⍵ -e⁻j⍵2j. അതല്ല കോസിൻ്റെ കമ്പോണൻസ് ആണെങ്കിൽ cos θ ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ e⁻j⍵ പ്ലസ് e⁻j⍵2. ഇവിടെ 2j, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസും, ഇവിടെ 2 ആണ്. അപ്പോൾ ഈ ഫോർമുലാസ് വെച്ചിട്ടാണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാം. സ്പെക്ട്രം ചോദിക്കുവാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ആൻ LTI സിസ്റ്റം ഇൻ ദ S ഡൊമൈൻ. സോ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. സോ കൺസിഡർ ആൻ LTI സിസ്റ്റം. അപ്പോൾ LTI സിസ്റ്റം ആണ്, S ഡൊമൈൻ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആണ്. സോ S ഡൊമൈനിലായതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ടൈം ആണ്. സോ ഇതിൻ്റെ ഈ ഒരു LTI സിസ്റ്റത്തിൻ്റെ കൺസിഡർ ആൻ LTI സിസ്റ്റം വിത്ത് ഇൻപുട്ട് x(t) ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് h(t) and output is represented by y(t). So അതൊക്കെ നമ്മളിവിടെ എഴുതണം. Let x(t) be the input and h(t) be the impulse response of the system and y(t) be the response of the LTI system അല്ലെങ്കിൽ output of the system, LTI system. So ഞാനിവിടെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ നമ്മളറിയാം. LTI സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് കൺവല്യൂഷൻ ഇക്വേഷൻ വെച്ചിട്ടാണ്. സോ x(t) കൺവല്യൂട്ടഡ് വിത്ത് h(t). ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യുക? അപ്ലൈ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇതൊക്കെ. y(t)യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം y(s) ആണ്. ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് x(t) കൺവല്യൂഷൻ h(t) എന്ന് പറയുന്നത് x(s) ഇൻറ്റു h(s). അപ്പോൾ ഇതിൽ നിന്നും h(s) സോൾവ് ചെയ്യുക. h(s) ഈക്വൽ ടു y(s) ബൈ x(s). ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് എഴുതാനാണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h(s) ഇസ് ദ ഔട്ട്പുട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ബൈ ഇൻപുട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഔട്ട്പുട്ട് സിഗ്നൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ബൈ ഇൻപുട്ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അതിൻ്റെ റേഷ്യോ ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. S ഡൊമൈനിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്. സോ അതും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി റിസൾട്ടിങ് വെൻ എ 2 kHz സിഗ്നൽ ഈ സാമ്പിൾഡ് ബൈ എ 8 kHz സാമ്പിളിംഗ് സിഗ്നൽ. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ക്ലിയർ ആവാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും നമുക്ക് ചെയ്യാം. ഇത് FM തന്നിട്ടുണ്ട്. ആ ഒരു
സിഗ്നൽ, ഇവിടെ ഒരു സിഗ്നലായിട്ടല്ല തന്നിരിക്കുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിഗ്നലിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. FM വാല്യൂ എന്ന് പറയുന്നത് 2 kHz തന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ സാമ്പിളിംഗ് സിഗ്നലിൻ്റെ വാല്യൂ 8 kHz തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്തൊക്കെ സിഗ്നൽസ് കാണുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സാമ്പിളിംഗ് തിയറം അറിയാം. സാമ്പിളിംഗ് തിയറം അതിൻ്റെ മിനിമം ഫ്രീക്വൻസി പറയുന്നത് FS = 2FM ആണ്, നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സിഗ്നൽ നോക്കുവാണെങ്കിൽ ഇവിടെ 8 ആണ് തന്നിരിക്കുന്നത്, FM 2 ആണ് തന്നിരിക്കുന്നത്. 2FM നമ്മൾ ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ 4 kHz കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ FS < 2FM ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്തുണ്ടാവും, ഏലിയാസിങ് ഒക്കർ ചെയ്യും. അപ്പം ആ മിനിമം കണ്ടീഷൻ, ഏലിയാസിങ് ഒക്കർ ചെയ്യാതിരിക്കാനുള്ള മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത് FS ≥ 2FM ആണ് നമ്മുടെ സാമ്പിളിങ്ങിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഹിയർ എന്താണ്, ഹിയർ ദ കണ്ടീഷൻ ഈസ് FS < 2FM. കാരണം ഇതെന്താണ്, ഇതൊരു FMൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2FM എടുക്കുകയാണെങ്കിൽ 2 × 2 4 kHz ആണ്. FS 8 ആണ് നിൽക്കുന്നത്. 8 ഈസ് < 4 kHz. സോ നമുക്ക് ഇവിടെ ഏലിയാസിങ് എന്തായാലും ഒക്കെ അറിയും. പക്ഷെ നമ്മളിത് ചോദിച്ചേക്കുന്നത് അതല്ല, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി, ഇവിടെ ഉണ്ടാവുന്ന ഫ്രീക്വൻസി കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ്. സോ നമുക്കിവിടെ പറയാം, നമ്മളിതിൻ്റെയൊക്കെ സ്പെക്ട്രം പഠിച്ചിട്ടുണ്ട്, ഒരു സിഗ്നലിൻ്റെ സ്പെക്ട്രം. അപ്പോൾ ഇവിടെ ഏലിയാസിങ് ഒക്കർ ചെയ്യുമെന്നറിയാം. സോ ആ ഒരു ഏലിയാസിങ് ഒക്കർ ചെയ്തിട്ടുള്ള ആ ഒരു സ്പെക്ട്രം നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത് ആ സ്പെക്ട്രം. അപ്പോൾ ഇതിനകത്ത് ഇത് 0 ആണ്, ഇത് നമ്മുടെ FM ആണ്, ഇത് -FM ആണ്. ദെൻ ഈ ഒരു ഫ്രീക്വൻസി ഇത് FS ആണ്, ഇതെന്ന് പറയുന്നത് വീണ്ടും FM, ഇത് -FM, ഇങ്ങനെ പോകും. ദെൻ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും 2FS വരും. സോ ഈ ഫ്രീക്വൻസി, ആ ഒരു മിഡ് ഫ്രീക്വൻസി, ഇത് FS, ഇത് 0, FS, 2FS, ഇപ്പുറത്തോട്ട് -FS. ഈ രീതിയിലാണ് ഈ ഒരു സിഗ്നൽ ഇങ്ങനെ പോകുന്നത്. സോ നമ്മുടെ ഈ ഔട്ട്പുട്ടിൽ വരുന്ന ഫ്രീക്വൻസി കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പം ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ക്ലിയർ ആവാനുണ്ടെങ്കിലും ആ ഒരു ഫ്രീക്വൻസി വാല്യൂസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായാലും ഉള്ള കമ്പോണൻസ് FM കാണും. അപ്പം FM കാണും. ദെൻ അതുപോലെ തന്നെ FS ± FM ഈ ഒരു വാല്യൂ കാണും. ദെൻ 2FS ± FM ഈ ഫ്രീക്വൻസീസ് ഒക്കെ എക്സെട്ര ഈ ഒരു വാല്യൂസ് ഇവിടെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് FM എന്ന് പറഞ്ഞാൽ 2 kHz കാണും. ദെൻ FS ± FM മീൻസ് 2 + 8 വാല്യൂ, 2 - 8 വാല്യൂ. അപ്പോൾ ഈ കമ്പോണൻസ് ഒക്കെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയിൽ കാണുന്ന ഫ്രീക്വൻസി കമ്പോണൻസ്, സാമ്പിൾഡ് സ്പെക്ട്രത്തിൽ കാണുന്ന ഫ്രീക്വൻസി കമ്പോണൻസ് ഇതൊക്കെയാണ്. സോ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം ഈ ഫോർമുല വെച്ചിട്ട് ആ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ FM ഉണ്ട്, FS ± FM ഉണ്ട്, 2FS ± FM ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. സോ അത് ഒരു സ്പെക്ട്രം വെച്ചിട്ട് നമുക്ക് എഴുതുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം 7th ക്വസ്റ്റ്യൻ. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Z ട്രാൻസ്ഫോമിൻ്റെ ROCയുടെ പ്രോപ്പർട്ടീസ്, ഒരു 10 പ്രോപ്പർട്ടിയോളം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യണം. അതിനകത്ത് 3 പ്രോപ്പർട്ടീസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും 3 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു വെക്കണം. ഇത് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ROCയുടേതും ചോദിക്കാറുണ്ട്. സോ ROC പ്രോപ്പർട്ടീസ് ഓഫ് Z ട്രാൻസ്ഫോം ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ അത് ഒരു മാക്സിമം പ്രോപ്പർട്ടീസ്, ഒരു 5 to 6 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ DTFT ഓഫ് X of n. ഇവിടെ X of n തന്നിട്ടുണ്ട്. X of n എന്ന് പറയുന്നത് del of n, നേരത്തെ ചോദിച്ച ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. -2 del of n - 1 + 0.5 del of n - 3. സോ ഇതും ഇവിടെ ഡിസ്ക്രീറ്റ് ആണെന്നേ ഉള്ളൂ, കണ്ടിന്യൂസിന് പകരം ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ X of n-ൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം X of e⁻j⍵ ആണ്. del of n-ൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം 1 ആണ്. ഇനി നമുക്ക് del of n - 1-ൻ്റെത് നേരത്തെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പഠിച്ചതുപോലെ തന്നെ നമുക്കിവിടെ ചെയ്യാം. del of n-ൻ്റെത് 1 ആണെങ്കിൽ del of n - 1-ൻ്റെത് എന്തായിരിക്കും? അപ്പോൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, യൂസിങ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, del of n-ൻ്റെത് 1 ആണെങ്കിൽ del of n - 1-ൻ്റെത് 1 × e⁻j⍵n0 1 ആണ്. സോ അതുപോലെ നമുക്കിവിടെ അപ്പോൾ ആൻസർ എത്ര കിട്ടും? 1 - 2 ×
2 ഇൻറ്റു ആൻസർ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്ന് കിട്ടും. പ്ലസ് ഇത് 0.5 ഡെൽ ഓഫ് എൻ മൈനസ് 3. ഡെൽ ഓഫ് എൻ മൈനസ് 3 എൻ മൈനസ് 1 വന്നതുപോലെ തന്നെ 0.5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു 3 എന്ന് വരും. സോ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് പ്രോപ്പർട്ടി, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇസ് ട്രാൻസ്ഫോമിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. LT സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ അപ്പം ഡിസ്ക്രീറ്റ് ടൈം LT സിസ്റ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറൻസ് ഇക്വേഷൻ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ടൈം LT സിസ്റ്റത്തിനെ ആണെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് ലാപ്ലാസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടി ആണെങ്കിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ. സോ അപ്ലൈ ഇസ് ട്രാൻസ്ഫോം. സോ ഇവിടെ ഇപ്പോൾ ഇസ് ട്രാൻസ്ഫോം അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. വൈ ഓഫ് എന്നിൻ്റെ ഇസ് ട്രാൻസ്ഫോം എന്താണ്? വൈ ഓഫ് ഇസഡ് ആണ്. 0.3 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1. അപ്പോൾ ഇവിടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. വൈ ഓഫ് എന്നിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം വൈ ഓഫ് ഇസഡ് ആണെങ്കിൽ വൈ ഓഫ് എൻ മൈനസ് എൻ നോട്ട് ആ ഫോമിലാണ് വരുന്നത്. സോ വൈ ഓഫ് എൻ മൈനസ് 1ൻ്റെ എന്തായിരിക്കും? വൈ ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ നോട്ട്. എൻ നോട്ട് ഇവിടെ 1 ആണ്. സോ ഇസഡ് റേസ് ടു മൈനസ് 1 പ്ലസ് അടുത്തത് 0.1 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 2ൻ്റെ എന്താണ്? വൈ ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് 2 പ്ലസ് എക്സ് ഓഫ് എന്നിൻ്റെത് എക്സ് ഓഫ് ഇസഡ് പ്ലസ് 0.2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1ൻ്റെത്. സോ ദിസ് ഇസ് 0.2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1ൻ്റെത് എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് 1. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഇസഡ് ട്രാൻസ്ഫോം അങ്ങ് അപ്ലൈ ചെയ്യുക. ഇതിൽ നിന്നും വൈ ഓഫ് ഇസഡ് ടേംസ് കോമൺ ആക്കി എഴുതുക. വൈ ഓഫ് ഇസഡിൻ്റെ ടേംസ് കോമൺ ആക്കി എടുക്കുമ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്. ഇവിടെ നമുക്ക് മൈനസ് 0.3 ഇസഡ് റേസ് ടു മൈനസ് 1 ഉണ്ട്. ഇവിടുന്ന് മൈനസ് 0.1 ഇസഡ് റേസ് ടു മൈനസ് 2 ഉണ്ട്. ദെൻ അത്രയേ ഉള്ളൂ വൈ ഓഫ് ഇസഡ്. ദെൻ എക്സ് ഓഫ് ഇസഡിൻ്റെ ടേംസ് കോമൺ ആക്കി എഴുതുവാണെങ്കിൽ ഇവിടെ ഒരു 1 ഉണ്ട്. ഇവിടെ ഒരു 0.2 ഇസഡ് റേസ് ടു മൈനസ് 1 ഉണ്ട്. സോ നമുക്കിങ്ങനെ കിട്ടും. ഇതിൽ നിന്നും എച്ച് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് ആണ്. അതാണ് എച്ച് ഓഫ് ഇസഡ്. So h of z is equal to 1 plus 0.2. So y of z by x of z. So y of z by x of z എന്ന് പറയുമ്പോൾ 1 plus 0.2 z raised to minus 1 by 1 minus 0.3 z raised to minus 1 minus 0.1 z raised to minus 2. അപ്പോൾ നമ്മൾ h of z ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് ചോദിക്കാം. ഇമ്പൾസ് റെസ്പോൺസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എച്ച് ഓഫ് ഇസഡിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻവേഴ്സ് ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ ഇൻവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്താൽ മതി. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ DTFT ആൻഡ് ഇസഡ് ട്രാൻസ്ഫോം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സിലബസിലുള്ളതാണ് DTFTയും ഇസഡ് ട്രാൻസ്ഫോമും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ആദ്യം ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇതേപോലെ തന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോമും കണ്ടിന്യൂസ് ടൈം CTFTയും തമ്മിലുള്ള റിലേഷനും പഠിച്ചിട്ടുള്ളതാണ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നാണ് ROC നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ വാട്ട് ഈസ് ROC എന്ന് ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ് പഠിക്കുന്നത്. സോ എക്സ് ഓഫ് ഇസഡിൻ്റെ ഇക്വേഷൻ എഴുതുക. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ. ദെൻ നമുക്കറിയാം ഇവിടെ റിലേഷൻ DTFT ആയിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ നമ്മൾ പുട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ജെ ഒമേഗ എന്ന് കൊടുക്കുക. അതൊരു കോംപ്ലക്സ് വേരിയബിൾ ആണ് ഇസഡ് എന്ന് പറയുന്നത്. സോ ആർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് സർക്കിൾ, നമ്മൾ ROC ഒക്കെ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു r e raised to j omega the all raised to minus n ഇങ്ങനെ കിട്ടും. Then this is
equal to summation n is equal to minus infinity to infinity x of n into r raised to minus n into e raised to minus j omega n. ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിനെ രണ്ടിനെയും കൂടെ അങ്ങ് ഗ്രൂപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ടി എഫ് ടി ഇക്വേഷൻ ആണ്. ഡി ടി എഫ് ടി ഓഫ് എന്താണ്? എക്സ് ഓഫ് എൻ ആർ റേസ് ടു മൈനസ് എൻ. സോ അതിൻ്റെ ഡി ടി എഫ് ടി ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഡി ടി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ ആർ റേസ് ടു മൈൻ. സോ ഇതാണ് ശരിക്കും ഇസഡ് ട്രാൻസ്ഫോമും ഡി ടി എഫ് ടി തമ്മിലുള്ള റിലേഷൻ. ഇതിൻ്റെ കൂടെ തന്നെ ഇസഡ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനൂടെ നമ്മൾ എഴുതി വെക്കണം. കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ഇസഡ് ട്രാൻസ്ഫോം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഡി ടി എഫ് ടിയുടെ ടേംസിൽ നമുക്ക് പറയാം. അപ്പോൾ ഡി ടി എഫ് ടി എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ നമ്മൾ ഡിറിച്ലെറ്റ് കണ്ടീഷൻ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഡി ടി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ, ഇവിടെ എക്സ് ഓഫ് എൻ മാത്രമല്ല ആർ റേസ് ടു മൈനസ് എന്നും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് വാല്യൂ അബ്സല്യൂട്ട്ലി സമ്മബിൾ ആയിരിക്കണം. അതായത് summation n is equal to minus infinity to infinity mod of x of n r raised to minus n. ഇതിൻ്റെ മോഡുലസ് വാല്യൂ അത് അബ്സല്യൂട്ട്ലി സമ്മബിൾ വാല്യൂ ആകണം. അപ്പം this should be less than infinity. So this is a condition for existence of Z transform. ഇതിനകത്തുനിന്ന് the range of mod Z. So the range of mod Z, ഇസഡിൻ്റെ ആർ വാല്യൂസിനെ, അപ്പോൾ ഈ ഒരു ഇസഡ് ട്രാൻസ്ഫോം, ഇപ്പോൾ ഒരു സിഗ്നൽ ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും അതിന് ഇസഡ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാം. ആ ഇസഡ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഇസഡിൻ്റെ ആർ വാല്യൂസിനെയാണ് ആർ ഒ സി എന്ന് പറയുന്നത്. ദ റേഞ്ച് ഓഫ് മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ വാല്യൂ ഫോർ വിച്ച് ഇസഡ് ട്രാൻസ്ഫോം എക്സിസ്റ്റ്. is known as ROC. അപ്പം ഇതിൻ്റെ കേസിലുള്ള ROC ഇങ്ങനെയാണ്, റീജിയൻ ഓഫ് കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ. സോ ഇത്രയും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ എഴുതണം. അപ്പോൾ ROCയുടെ ഡെഫിനിഷൻ ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇനി വേറൊരു ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ ചോദിക്കും, ഇതുപോലെ നമുക്ക് ചോദിക്കാവുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ഇസഡ് ട്രാൻസ്ഫോം? അപ്പോൾ സിമിലർലി നമുക്ക് ഇതും പ്രൂവ് ചെയ്യാവുന്നതാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോമും CTFT കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം അതും ഇതുപോലെ തന്നെ പാരലായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് CTFT. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം നേരത്തെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതിയ പോലെ ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതുക. എക്സ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ minus infinity to infinity x of t e raised to minus st dt. അപ്പം ഇവിടെ put s is equal to sigma plus j omega അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് x of s is equal to integral minus infinity to infinity x of t into e raised to minus of s-ന് പകരം എന്ത് കൊടുക്കുക? sigma plus j omega into t dt എന്ന് കൊടുക്കുക. ദെൻ ഇതിനെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി എന്ന് എഴുതാം. ദെൻ എന്നിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്കിതിനെ CTFT യുടെ ടേംസിൽ എഴുതാം. സോ ദിസ് ഈസ് CTFT ഓഫ് എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് സിഗ്മ ടി. അപ്പോൾ നേരത്തെ കിട്ടിയതുപോലെ തന്നെ ഇസഡിൻ്റെയും DTFTയുടെയും കിട്ടിയതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റിലേഷൻ ലാപ്ലാസ് ട്രാൻസ്ഫോമും ഫോറിയർ ട്രാൻസ്ഫോമും തമ്മിൽ. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ കൺവേർജൻസ് കണ്ടീഷൻ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഓൺലി ഇഫ് ഈ CTFTയുടെ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനൊക്കെ പറഞ്ഞാൽ മതി. അതായത് ഇൻ്റഗ്രൽ നേരത്തെ സമ്മേഷൻ ആണെങ്കിൽ ഇവിടെ ഇൻ്റഗ്രൽ മോഡുലസ് ഓഫ് x of t e raised to minus sigma t dt should be less than infinity. ഇതിവിടെ ഇപ്പം എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലിന് ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും അതിന് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാം. അപ്പം അതിന് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ സിഗ്മ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ദ റേഞ്ച് ഓഫ് സിഗ്മ വാല്യൂസ്
for which Laplace transform exists. ഇതിനെയാണ് ഇതിൻ്റെ കേസിലുള്ള ROC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഇസഡ് ട്രാൻസ്ഫോം DTFT പഠിച്ചതുപോലെ തന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോം CTFT ഇതിൻ്റെ റിലേഷനും എക്സാമിന് ചോദിക്കാവുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രോപ്പർട്ടീസും ചോദിക്കാവുന്നതാണ്. സോ ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ, എല്ലാം കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. പ്രോപ്പർട്ടീസിൻ്റെ ഒരു കമ്പാരിസൺ ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം പാർട്ട് ബി സെക്ഷൻ നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.